ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ ലഹരിമുക്ത ഭാരതം എന്ന ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ്. ഇത് മൗണ്ട് ആബു രാജസ്ഥാനിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇത് ഇന്ന് ഇന്ത്യയുടെ 25ഓളം സ്ഥലങ്ങളിൽ ഇതുപോലുള്ള വാഹനങ്ങൾ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്തൂടെ സെമിനാറുകൾ നടത്തുന്നുണ്ട്, കോൺഫറൻസുകൾ നടത്തുന്നുണ്ട്, കവലകളിൽ പോയിട്ടും ഇതിൻ്റെ നമ്മൾ ലഹരിയെക്കുറിച്ചുള്ള പ്രസംഗങ്ങളും നടത്താറുണ്ട്. അതേപോലെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലും ഇതിൻ്റെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം ഇന്ന് ലഹരിക്കെതിരെ കേരളത്തിലേക്കും മാർച്ച് 27-ാം തീയതി ഇതിൻ്റെ പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ്. രാജ്ഭവനിൽ വെച്ച് ബഹുമാന്യനായ കേരള ഗവർണർ ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്തു. അന്ന് അദ്ദേഹം പറഞ്ഞ ഇതാണ്, സമൂഹത്തിലേക്ക് ഇറങ്ങി യുവാക്കളിലാണ് ഈ ലഹരിയുടെ പ്രശ്നങ്ങൾ കൂടുതലെങ്കിലും നിങ്ങളെല്ലാ പേരും ജനങ്ങളോടും പറയണം, ഇത് ജനങ്ങളുടെയും ഒരു ആവശ്യമാണ്. ജനങ്ങളും കൂടി പുറത്തിറങ്ങിയാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകൂ. അങ്ങനെ മാർച്ച് 27-ന് ആരംഭിച്ച ഈ പ്രചരണം ഇന്ന് ഏപ്രിൽ 10-ാം തീയതി കൊല്ലത്ത് പ്രവേശിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ ക്യാമ്പയിൻ പ്രചരണം നടത്തി കാസർഗോഡ് വരെ യാത്ര ചെയ്യും. അപ്പോൾ ഇതിൽ പ്രവർത്തിക്കുന്നവരെല്ലാവരും തന്നെ പ്രവർത്തകരെല്ലാവരും ലഹരി മുക്തമായിട്ടുള്ളവരാണ്. ബ്രഹ്മകുമാരീസിൻ്റെ മെഡിറ്റേഷനിലൂടെയാണ് ഇവർക്കെല്ലാവർക്കും ലഹരിക്ക് മുക്തി നേടാൻ സാധിച്ചത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ മെഡിറ്റേഷനിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ഇതിനുള്ള പ്രചോദനം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ഫോളോ ചെയ്യുക. മെഡിറ്റേഷൻ, അതിലൂടെ നമുക്കും ജീവിതത്തിലുണ്ടാകുന്ന ദുഃഖകരമായ സാഹചര്യങ്ങളൊക്കെ നേരിടാനുള്ള ശക്തി ഉണ്ടാവും. ലഹരികൾ ഉപയോഗിക്കാതെ തന്നെ നമുക്കിതിൽ നിന്ന് മോചനം നേടാനായിട്ട് സാധിക്കും. ഇത് രാജയോഗ എന്ന് പറയുന്ന ഒരു ജീവന ശൈലിയാണ് ബ്രഹ്മകുമാരീസ് പഠിപ്പിക്കുന്നത്. ഞാൻ മാനിക്കുന്നത് ലഹരി വസ്തുക്കളെയും അത് വാങ്ങാനാകുന്ന പണത്തെയുമാണ്. ഈ പണം കിട്ടാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. മാതാപിതാക്കളോ സഹോദരങ്ങളോ മക്കളോ ജീവിത പങ്കാളിയോ ആരുമാകട്ടെ, ആരെയും ഞാൻ അവസാനിപ്പിക്കും. എനിക്ക് വേണ്ടത് പണമാണ്, എനിക്ക് വേണ്ടത് ലഹരിയാണ്. നിരന്തരമായ ഉപയോഗം കാരണം മാരകമായ ഏതെങ്കിലും രോഗത്തിന് നീ അടിമപ്പെടും. ആരോഗ്യം നശിക്കും. ഇപ്പോഴുള്ള ആവേശമെല്ലാം കെട്ടടങ്ങും. ഒന്നും കേൾക്കണ്ട സഹോദരി, നിങ്ങൾ പോകൂ. സഹോദര, ഞാൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ. പൊന്നുപോലെ വളർത്തിയ മാതാപിതാക്കളെയും മറ്റു ബന്ധുക്കളെയും നശിപ്പിച്ച സൗഹൃദ ബന്ധങ്ങൾ ഇല്ലാതാക്കിയ നിനക്ക് ആരുണ്ടാകും? പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ ഭാവിയെ നശിപ്പിച്ച പിന്നെ നിനക്ക് ജീവിതത്തിൽ എങ്ങനെ ഉയരാനാകും? കൂടെ പഠിച്ചവരും ഒപ്പം വളർന്നവരും വലിയ ഉയരങ്ങൾ കീഴടക്കുമ്പോൾ ഈ സമൂഹത്തിനും പങ്കുണ്ട്. എന്റെ മാതാപിതാക്കൾക്ക് പങ്കുണ്ട്, എന്റെ അധ്യാപകർക്ക് പങ്കുണ്ട്, നാട്ടുകാർക്കുണ്ട്, സഹപാഠികൾക്കുണ്ട്. അവരൊക്കെ എന്നെ കുറ്റപ്പെടുത്തും. ഞാൻ ഈ ലഹരിക്ക് അടിമപ്പെട്ടത്, ഞാൻ ഇങ്ങനെ അലസ ജീവിതം നയിക്കുന്നത്, ഞാൻ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ടു പോയത്